മുഖ്യമന്ത്രി വി ഡി സതീശനെ പല കാര്യത്തിലും നിയന്ത്രിക്കണമെന്നും അദ്ദേഹം പറയുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ പാർട്ടിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ KPCCയുടെ ഇടപെടൽ ഉണ്ടാകണമെന്നും പല വിഷയങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചില നേതാക്കൾ പറഞ്ഞതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. തീർച്ചയായിട്ടും ഒരു പാർട്ടി സംവിധാനം എന്ന് പറയുന്നത് ഒരു മുഖ്യമന്ത്രിക്ക് മേൽ നിയന്ത്രണം കൊണ്ടുവരിക എന്നത് ഇതിനു മുൻപ് നമ്മൾ കണ്ടത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. അതിനുശേഷം ഉമ്മൻചാണ്ടി ആയിരുന്നപ്പോഴും അതിനുശേഷം 2 പ്രാവശ്യം പിണറായി വിജയൻ ആയിരുന്നപ്പോഴും സർക്കാരിന്റെ നിയന്ത്രണം പാർട്ടിയിൽ ഉണ്ടായിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ. പക്ഷേ നേരെ തിരിച്ചായിരുന്നില്ല. ഇവിടെ വി ഡി സതീശൻ ഭയരഹിതമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ഇവിടെ നിയമമനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ അതിശക്തമായ അവതരണം, നിയമസഭയിലെ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുന്ന രീതിയുണ്ട്. എല്ലാവർക്കും കൃത്യമായി ബോധ്യപ്പെടുന്ന രീതി, അതായത് എതിരാളികൾക്ക് പോലും മറുപടിയില്ലാത്ത തരത്തിൽ കാര്യങ്ങളെ അവതരിപ്പിച്ചു കൊണ്ടുപോവുക. കഴിഞ്ഞ ദിവസം KN ബാലഗോപാൽ അവിടുത്തെ ഒരു ബില്ലുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ KN ബാലഗോപാലിന് 5 വർഷത്തെ നിയമസഭാ പരിചയമുണ്ട്, അതുകൊണ്ട് പറയുകയാണെന്ന് പറഞ്ഞപ്പോൾ മറുപടിയായി വി ഡി സതീശൻ പറഞ്ഞത്, എനിക്ക് 25 കൊല്ലത്തെ പരിചയമുണ്ട്, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. സഭയുടെ സ്പീക്കറുടെ അനുമതിയോടുകൂടി തന്നെയാണ് അത് മുമ്പോട്ട് വെച്ചത്, അത് ഫോർവേഡ് ചെയ്തത്, ആ ബില്ലും അതിൻ്റെ നോട്ടുകളും ഫോർവേഡ് ചെയ്തത് എന്ന് കൃത്യമായി കാര്യങ്ങൾ നിയമം അറിഞ്ഞില്ലെങ്കിൽ അതറിയുക തന്നെ വേണം എന്ന് KN ബാലഗോപാലിന് നല്ല മറുപടി കൊടുത്തുകൊണ്ട് വി ഡി സതീശൻ പറയുകയുണ്ടായി. അപ്പോൾ പിന്നെ ഈ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ കോൺഗ്രസിൽ ചില അസ്വസ്ഥരായ ഗ്രൂപ്പുകളോ ഒന്നും എതിർത്തിട്ട് ഒരു കാര്യവുമില്ല. ഒരു പ്രത്യേക പവർ വി ഡി സതീശന് ഉണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ. മാത്രമല്ല, ആദ്യം എല്ലാവരും പറഞ്ഞത് ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നോമിനിയാണ് വി ഡി സതീശൻ എന്നാണ്. ലീഗ് വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും അതുപോലെ ജനങ്ങളുടെ പിന്തുണയും ഉണ്ടായിരുന്നു. അപ്പോൾ ലീഗ് വിചാരിച്ചത് വി ഡി സതീശനെ ഒന്ന് മെരുക്കാം എന്ന് വിചാരിച്ച് കാണുമായിരിക്കും. അങ്ങനെയും ചില ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ആർക്കും മെരുങ്ങുന്ന ഒരാളല്ല, അല്ലെങ്കിൽ ആർക്കും കൺട്രോൾ ചെയ്ത് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അവനവൻ്റെ ഇഷ്ടപ്രകാരം വളച്ചൊടിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല വി ഡി സതീശൻ. മാത്രമല്ല, വളരെ സുപ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെ, ധനവകുപ്പും അതുപോലെ മുഖ്യമന്ത്രിയും തുറമുഖ വകുപ്പ്, അങ്ങനെയുള്ള വകുപ്പുകളൊക്കെ തന്നെ മുഖ്യമന്ത്രി നേരിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൂടാതെ ഷിബു ബേബി ജോൺ, രമേശ് ചെന്നിത്തല, അങ്ങനെ കുറച്ച് പരിചയസമ്പന്നരായ മന്ത്രിമാർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പുതുമുഖങ്ങളും അല്ലെങ്കിൽ പുതിയതായി നിയമസഭയിലേക്ക് കടന്നു വന്നവരും ഒക്കെയാണ്. തുളസിയും അതുപോലെ OJ ജനീഷും ഒക്കെ അങ്ങനെ വന്നവരാണ്. അവരൊക്കെ മന്ത്രിമാരാണ്. അവരുടെയൊക്കെ വിഷയങ്ങളിൽ അടക്കം വി ഡി സതീശൻ കൃത്യമായി ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതങ്ങനെ തന്നെ വേണം താനും. അവർക്ക് പരിചയക്കുറവുണ്ട്. സതീശന് പരിചയമുണ്ട്, മന്ത്രിയായി പരിചയമില്ലെങ്കിലും ആ ദീർഘകാലത്തെ നിയമസഭാ പരിചയമുണ്ട്. സംശയങ്ങളൊക്കെ തന്നെ ദൂരീകരിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ അതൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകണം. നമ്മൾ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട്, വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണേണ്ടത്. സർക്കാർ സംവിധാനങ്ങളുടെ കാര്യങ്ങൾ, പാർട്ടിയിലെ അല്ലെങ്കിൽ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ, ഗ്രൂപ്പിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ, KC ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പുണ്ട്, ഈ ഗ്രൂപ്പുണ്ട് എന്നൊക്കെ പറയുന്നു. അതൊക്കെ തന്നെ മറന്നു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അതിശക്തനായ ഒരു മുഖ്യമന്ത്രിയായി തന്നെയാണ് വി ഡി സതീശൻ നിലകൊള്ളുന്നത് എന്നുള്ള കാര്യം നമുക്ക് തർക്കമില്ല. കരുണാകരന്റെ, നേരത്തെയും ഞാൻ ഒരു വാർത്തയിൽ സൂചിപ്പിച്ചിരുന്നു, ലീഡർ കെ കരുണാകരന്റെ ഒരു ഇച്ഛാശക്തിയും ഒരു പവറും ഒരു ശരീരഭാഷയും ഒക്കെ തന്നെ വി ഡി സതീശനിൽ തെളിഞ്ഞു കാണും. അത് തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും നാടിന് അല്ലെങ്കിൽ സർക്കാരിന് അത്യാവശ്യമായ കാര്യം തന്നെയാണ്. അതിൽ കൺട്രോളും മറ്റു കാര്യങ്ങളുമായി ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ഒന്ന് ചിരിച്ചു കാണിച്ചിട്ട്, ഈ പൂക്കിയായാലും ശരി, എന്ത് മുഖ്യമന്ത്രി ആയാലും ശരി, ഒന്ന് ചിരിച്ചു കാണിച്ചിട്ട് തലകുലുക്കി കാണിക്കും, എന്നിട്ട് പൊയ്ക്കോളാൻ പറയും.